നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 19/2/2025 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 213 രൂപ 50 പൈസ, RSS 5 കിലോ 209 രൂപ 50 പൈസ, ISNA20 192, ലാറ്റക്സ് 60% ഗ്യാസിന് 142 രൂപ 65 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 213 രൂപ 50 പൈസ, RSS 5 കിലോ 209 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിന ഗ്രേഡിൻ്റെ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 205, ലോട്ട് കിലോ 191 മുതൽ 196. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 142, 60% DRC ഒട്ടുപാൽ കിലോ 106 രൂപ 50 പൈസ. വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ബാങ്കോക്ക് RSS 4 കിലോ 215 രൂപ 23 പൈസ, RSS 5 കിലോ 214 രൂപ 79 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 203, RSS 5 കിലോ 200. ഫീൽഡ് ലാറ്റക്സ് 196, ഫാക്ടറി വില 206. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 9800, 30% DRC ഉള്ള 200 ലിറ്റർ ബാരന് 11760, 35% DRC ഉള്ള 200 ലിറ്റർ 13720. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 205 രൂപ 50 പൈസ, RSS 5 കിലോ 201 രൂപ 50 പൈസ, 185 രൂപ 50 പൈസ മുതൽ 186 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 125 മുതൽ 140. ആണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ നിൽക്കുകയാണ്. റബ്ബർ ടാപ്പിംഗ് തുടങ്ങാൻ നല്ല മഴ പെയ്തിട്ട്. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,135, ഒരു പവന് 1,13,080, ഒരു 24 ക്യാരറ്റ് നോക്കുമ്പോൾ 15,420, ഒരു പവന് 1,23,360. അതുപോലെ 18 ക്യാരറ്റ് 11,565, ഒരു പവൻ 92,520. ഇതാണ് രാവിലത്തെ സ്വർണ്ണ വില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകരിയുള്ള മട്ടത്തേങ്ങ കിലോ 85, പച്ചത്തേങ്ങ ചകരിയുള്ള 50 മുതൽ 80, കശുവണ്ടി 140, വെളിച്ചെണ്ണ ലിറ്റർ 430, കൊപ്ര അടുത്തപടി 184 രൂപ 50 പൈസ, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയറ് 10, കരിപ്പൊട്ടിക്കയറ് 10 മുതൽ 15, ജാതിക 90 കൂടി 320, ഗ്രാമ്പു 800, ഗ്രാമ്പു നാടൻ 930, പിന്നാക്ക സ്പെല്ലർ 44, റോട്ടറി 44, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 704, കുരുമുളക് ഗാർബിൾഡ് കിലോ 724, കുരുമുളക് പുതിയത് 694, ചുക്ക് വെസ്റ്റ് 350, മഞ്ഞൾ സേലം 155, പൈനാപ്പിൾ പച്ച 53, പഴം 57, വയനാടൻ കുരുമുളക് 700, ചേട്ടൻ 690, നെല്ല് കിൻഡൽ 2500. എന്തായാലും ഈ 2026 വരാനിരിക്കുന്ന കൊട്ടാരക്കര നിയമസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. LDFന് വേണ്ടി ധനകാര്യമന്ത്രിയും കൊട്ടാരക്കര MLA ആയ KN ബാലഗോപാലൻ തന്നെ ആയിരിക്കും. അതേസമയം UDFനായി CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഐഷ പോറ്റി മുൻ MLA ആയിരിക്കും. അതോടൊപ്പം രശ്മിയുടെ പേര് BJPക്കായി പറയുന്നുണ്ട്. എത്രമാത്രം കണ്ടെന്ന് ഇലക്ഷൻ വരുമ്പോൾ ഇനി അറിയാം. കൊട്ടാരക്കരയിൽ കോൺഗ്രസിന് വേണ്ടി മുമ്പ് വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് രശ്മിയുടെ സ്ഥാനാർത്ഥിത്വം. എന്നാൽ ഐഷ പോറ്റിയുടെ വരവോടുകൂടി ആ പ്രതീക്ഷ മങ്ങലേൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവർ BJPയിലോട്ട് ചേക്കാറാനുള്ള ഒരു സമീപനമായത്. ആര് വന്നാലും എന്തായാലും കൊട്ടാരക്കരയ്ക്ക് നല്ല വികസനോന്മുഖമായ ഒരു തൊഴിൽ സാഹചര്യങ്ങളും മറ്റും സൃഷ്ടിക്കട്ടെ യുവാക്കൾക്കും മറ്റും. കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.